ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 13ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. അടിമച്ചന്തയിൽ രാജകുമാരി പ്രത്യാശയ്ക്ക് വേണ്ടി ആ റൗഡിത്തലവൻ വില പേശുന്നിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. വ്യാപാരി 50,000 ദിനാർ പറഞ്ഞപ്പോൾ ആ റൗഡിത്തലവൻ സമ്മതിച്ചില്ല. എന്നാൽ ശരി, ഇതാ 1,00,000 കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനെ 1,00,000 കരാർ ഉറപ്പിച്ചു. തുക എണ്ണി വാങ്ങി റൗഡിത്തലവൻ ഒട്ടകപ്പുറത്തു കയറി ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഈ കൊച്ചു പെൺകുട്ടിക്ക് 1,00,000 ദിനാർ കിട്ടിയെങ്കിൽ ഇവളുടെ സഹോദരന് ഇതിൽ കൂടുതൽ കിട്ടുമല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ ജെറുസലേമിലെ സത്രങ്ങളിലെല്ലാം തിരഞ്ഞു നടന്നു. അതിനു മുമ്പ് ദുഅൽ മകൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിനാൽ ആ ദുരാഗ്രഹിയുടെ ഉദ്ദേശം നടന്നില്ല. കഥ ഇത്രയും ആയപ്പോഴേക്ക് നേരം പുലർന്നു. ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു. നല്ലവനായ ആ വ്യാപാരി അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വില പിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും അവളെ അണിയിച്ചിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ നിനക്ക് കൊടുത്ത വില എത്രയെന്ന് ഗവർണറോട് പറയാൻ നീ മറക്കരുത്. ചക്രവർത്തിക്കുള്ള കത്തിൽ അതുകൂടി ചേർക്കാൻ നീ പ്രേരിപ്പിക്കണം. ബാഗ്ദാദിലേക്ക് അയക്കുന്ന എൻ്റെ കച്ചവട ചരക്കുകളിൽ നികുതി ചുമത്തുകയില്ലെന്ന് ഉറപ്പുവരുത്തണം. അത് കേട്ട് നുഷത്ത് നെടുവീർപ്പിട്ടു. വ്യാപാരി ചോദിച്ചു, നീ എന്താണ് കുട്ടി ബാഗ്ദാദ് എന്ന് കേൾക്കുമ്പോഴേക്കും നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്നത്? നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെയുണ്ടോ? ബന്ധുക്കളോ കച്ചവടക്കാരോ ആരെങ്കിലും? മടിക്കാതെ പറഞ്ഞോളൂ. അല്ലാഹുവാണേ, ഉമർ അൽ ന്യൂമാനെയല്ലാതെ മറ്റാരെയും എനിക്കറിഞ്ഞുകൂടാ, നുഷത്ത് പറഞ്ഞു. അത് കേട്ട് വ്യാപാരി ആശ്വസിച്ചു. എൻ്റെ ലക്ഷ്യം നേടാൻ അത് മതി. നിന്നെ ഇതിനു മുമ്പ് ആരെങ്കിലും രാജാവിന് കാഴ്ചവെച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം കൊട്ടാരത്തിലാണ് ഞാൻ വളർന്നത്. രാജാവിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്താവശ്യപ്പെട്ടാലും അനുവദിച്ചു തരും. നിങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ ഒരു കടലാസും പേനയും തന്നാൽ ഉമർ രാജാവിന് ഞാൻ കത്തെഴുതി തരാം. അത് കൊടുത്തിട്ട് നുഷത്ത് എഴുതിയതാണെന്നും ഇപ്പോൾ ദമാസ്കസിൽ താമസിക്കുകയാണെന്നും പറഞ്ഞാൽ മതി. അത് കേട്ട് വ്യാപാരിക്ക് പെൺകുട്ടിയോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. നിനക്ക് ഖുർആൻ വായിക്കാൻ അറിയാമോ? അയാൾ ചോദിച്ചു. അറിയാം. വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും ഗണിതശാസ്ത്രവും വ്യാകരണവും നിയമവും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളിലും എനിക്ക് പരിജ്ഞാനമുണ്ട്. മാത്രമല്ല ഞാൻ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട്. വ്യാപാരി കൊണ്ടുവന്ന ഒരു കടലാസിൽ അവൾ തന്നെക്കുറിച്ച് ഒരു നിമിഷ കവിത എഴുതി കൊടുത്തു. അത് വായിച്ചിട്ട് അല്ലാഹ്, ഈ കുട്ടി ഏത് വീടിനും അലങ്കാരമായിരിക്കും എന്നയാൾ പ്രശംസിച്ചു. ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹറസാദ് മൗനം അവലംബിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ കഥ തുടർന്നു. വ്യാപാരിയുടെ നിർദ്ദേശാനുസരണം നുഷത്ത് സ്നാനഘട്ടത്തിൽ പോയി കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി ഷേർഖാൻ്റെ കൊട്ടാരത്തിൽ പോകാൻ തയ്യാറായി. വ്യാപാരി നുഷത്തിന് അകമ്പടി സേവിച്ചു. കണ്ടവരെല്ലാം പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തി. ഷേർഖാൻ്റെ സന്നിധിയിലെത്തി നിലം തൊട്ട് വണങ്ങിയിട്ട് വ്യാപാരി പറഞ്ഞു, ഞാൻ അങ്ങക്ക് അമൂല്യമായൊരു കാഴ്ചദ്രവ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു പെൺകുട്ടി. ഞാൻ കാണട്ടെ എന്ന് ഷേർഖാൻ പറഞ്ഞു. തൻ്റെ മുന്നിൽ നിന്ന നുഷത്തിനെ ഷേർഖാൻ തിരിച്ചറിഞ്ഞില്ല. തൻ്റെ സഹോദരിയെ അയാൾ അതിനു മുമ്പ് കണ്ടിട്ടേയില്ലല്ലോ. നുഷത്തിൻ്റെ സൗന്ദര്യത്തിൽ ഷേർഖാൻ മയങ്ങിപ്പോയി. ഖജനാവ് സൂക്ഷിപ്പുകാരനിൽ നിന്ന് പണം വാങ്ങി പോയിക്കൊള്ളാൻ അയാൾ വ്യാപാരിയോട് പറഞ്ഞു. വ്യാപാരി ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പറഞ്ഞു, രാജകുമാര, ഈ കുട്ടിയെ ഉമർ ചക്രവർത്തിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. പക്ഷേ അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ എടുത്തോളൂ. എൻ്റെ കച്ചവട ചരക്കുകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി തന്നാൽ മാത്രം മതി. അത് ഞാൻ സമ്മതിച്ചു. ഇവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയ പണവും ഞാൻ തരാം. വില 1,00,000 ദിനാർ. ആഭരണങ്ങൾക്കും മറ്റുമായി 1,00,000 വേറെയും ചിലവായി, വ്യാപാരി പറഞ്ഞു.
ഷേർഖാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു. ഇയാൾക്ക് 2,00,000 ദിനാർ കൊടുക്കണം. 20,000 ദിനാർ ലാഭവും സ്ഥാനവസ്ത്രങ്ങളും പ്രത്യേകം കൊടുത്തേക്കൂ. നികുതിയിൽ നിന്നും ഇയാൾക്ക് ഇളവ് നൽകുന്ന വിളംബരം തയ്യാറാക്കുകയും വേണം എന്ന് കൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഷേർഖാൻ ദമാസ്കസിലെ ന്യായാധിപന്മാരെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി വീണ്ടും അവർ കഥ തുടർന്നു. ഷേർഖാൻ ദമാസ്കസിലെ ന്യായാധിപന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു. ഈ അടിമയെ ഞാൻ മോചിപ്പിച്ച് എൻ്റെ ഭാര്യയാക്കാൻ പോകുന്നു. അതറിയിക്കാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ന്യായാധിപന്മാർ വിവാഹ ഉടമ്പടി എഴുതിയുണ്ടാക്കി. സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് ന്യായാധിപന്മാരും വ്യാപാരിയും ഒഴികെയുള്ള സദസ്യരെയെല്ലാം പറഞ്ഞയച്ചിട്ട് ഷേർഖാൻ പറഞ്ഞു. ഈ കന്യകയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. അവളുടെ ഉത്തരം നിങ്ങൾ കേൾക്കണം. അപരിചിതരുടെ നോട്ടത്തിനു മുന്നിൽ പതറിപ്പോകാതിരിക്കാൻ നുഷത്തിനെ തിരശീലയ്ക്കപ്പുറത്തിരുത്തി. അവൾക്കു ചുറ്റും കൊട്ടാരത്തിലെ സ്ത്രീകൾ ആസനസ്ഥരായി. വിവരമറിഞ്ഞ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാര്യമാരും പുതിയ യജമാനത്തിയെ കാണാൻ വന്നു. നുഷത്ത് അതിഥികളെ ബഹുമാന പുരസ്കാരം സ്വീകരിച്ചു. അവളെ കണ്ടാൽ അടിമയാണെന്ന് തോന്നുകയേയില്ല. രാജകുടുംബത്തിൽ ജനിച്ചതിൻ്റെ ലക്ഷണമുണ്ട്, അവർ പരസ്പരം പറഞ്ഞു. തിരശീലയ്ക്ക് വെളിയിലിരുന്ന ഷേർഖാൻ നുഷത്തിനോട് ചോദിച്ചു. എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും രാജാവ് അവളോട് ചോദിച്ചെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ.